വിഷുവിന് കണിവെക്കാൻ കണിക്കൊന്ന എടുക്കുന്നതിന്റെ ഐതിഹ്യം അറിയാമോ? ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം, കണ്ണനോടൊപ്പം കളിക്കണം. അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി വേണം എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. ആ ബാലന് വിളിച്ചാല് കണ്ണന് കൂടെ ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും. അങ്ങനെ എന്നും അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അതേപ്പറ്റി വീട്ടുകാരോട് പറയുമ്പോൾ അവരാരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണ്ണമാല ഒരു ഭക്തന് ഭഗവാന് സമർപ്പിച്ചു. അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണന് തന്റെ കൂട്ടുകാരനെ കാണുവാന് പോയത്. കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതങ്ങനെയാണ് മോഹം തോന്നി. കണ്ണന് അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി. വൈകിട്ട് ശ്രീകോവില് തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി. ആ സമയം കുഞ്ഞിന്റെ കഴുത്തിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കള് അതേപറ്റി ചോദിക്കുകയും കണ്ണന് സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. വീട്ടുകാർ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. വേഗം അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കാനൊരുങ്ങി. പേടിച്ച കുട്ടി തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത്, കണ്ണാ, നീ എന്റെ ചങ്ങാതിയാണെങ്കില് എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു. നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട, ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ്. അത്ഭുതമെന്നു പറയട്ടെ, ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാല് നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും അശരീരി കേട്ടു. ഇത് എന്റെ ഭക്തന് ഞാന് നൽകിയ നിയോഗമാണ്. ഈ പൂക്കളാല് അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽസമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കള് കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ല. അന്ന് മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താല് കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. അങ്ങനെ കണിക്കൊന്ന കണിവെക്കാൻ എടുക്കുകയും ചെയ്തു.